വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനവും വിശ്വമംഗളവും സാധ്യമാകണമെന്ന RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അമൃത ആശുപത്രിയിൽ നടന്ന ജ്ഞാനസഭയുടെ സമാപന സഭയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അറിവിന്റെ കണ്ണുകളിലൂടെയും കാരുണ്യത്തിന്റെ കൈകളിലൂടെയും ലോകത്ത് സ്നേഹത്തിന്റെ വിപ്ലവം ഉണ്ടാകണമെന്ന വീഡിയോ സന്ദേശത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. 4 ദിവസങ്ങളിലായി നടന്നുവന്ന ജ്ഞാനസഭ അവസാനിച്ചു. ആധ്യാത്മികതയുടെ നാടാണ് ഭാരതമെന്നും നമ്മുടെ ദേശീയത വളരെ ശുദ്ധമാണെന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു. മെക്കാളെ മുന്നോട്ട് വെച്ച കൊളോണിയൽ വിദ്യാഭ്യാസ രീതി ഇന്നത്തെ ഭാരതത്തിന് യോജിക്കുന്നതല്ല. മറിച്ച് ഭാരതീയമായ വിദ്യാഭ്യാസത്തിലൂടെ വിശ്വമംഗളത്തിനായുള്ള ശക്തിയെ ഉണർത്തുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. पुण्य सनातन नित्य नूतन परंपरा के ज्ञान की आवश्यकता संपूर्ण विश्व को आज है. उनके पास रास्ता नहीं. सब प्रकार के प्रयोग करके 2000 वर्षों के बाद दुनिया थक गई है. उनके लिए सब रास्ते बंद हो गए, पैर लड़खड़ा रहे. उनको प्रतीक्षा है भारत से, और भारत का ये ईश्वर प्रदत्त कर्तव्य है. उसके लिए भारत को तैयार होना है. അറിവിന്റെ കണ്ണുകളിലൂടെയും കാരുണ്യത്തിന്റെ കൈകളിലൂടെയും ലോകത്ത് സ്നേഹത്തിന്റെ വിപ്ലവം ഉണ്ടാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ ശരീരത്തെ വസ്തുക്കൾ അടിമയാക്കുകയാണ്. വികാരങ്ങളെ നിയന്ത്രിച്ച് നാം ജീവിക്കേണ്ടതുണ്ടെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. ഭാരതത്തിലെ ഋഷിമാർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ പോലും അറിവിൽ രമിച്ചവരാണ്. അറിവാകുന്ന പാലിൽ നിന്നും ലഭിക്കുന്ന വെണ്ണയാണ് ഉത്തമ സംസ്കാരം. സംസ്കാരം എന്ന സഹജീവികളുള്ള സഹാനുഭൂതിയാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വായിക്കും വാരൻ മാത്രം വേണ്ടിയുള്ളതല്ല, നമ്മുടെ സംസ്കാരത്തെ കൂടി. അതാണ് മൂല്യം. സകല ജീവരാശികളുള്ള പ്രേമത്തിലും ഐക്യത്തിലുമാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. UGC വൈസ് ചെയർമാൻ ഡോക്ടർ ദീപക് ശ്രീവാസ്തവ അധ്യക്ഷത വഹിച്ച സമാപന സഭയിൽ സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സിറ്റി ചാൻസലർ അജയ് തിവാരി, ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ അതുൽ കോത്താരി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലും ഇടപ്പള്ളി അമൃത ആശുപത്രിയിലുമായി നടന്നുവന്ന ജ്ഞാനസഭ സമാപിച്ചതായി ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.